ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറച്ച് നാൾക്ക് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്നത്തെ യാത്ര വന്നിട്ട് നമ്മളുടെ അല്ലു അർജുൻ്റെ നാട്ടിലേക്കാണ് കേട്ടോ. തൃശ്ശൂരിൽ നിന്ന് ഞങ്ങൾ ശബരി എക്സ്പ്രസ്സിൽ സെക്കന്ദരാബാദിലേക്കാണ് ഞങ്ങൾ ട്രെയിൻ കയറിയത്. സംഭവം നല്ല വൈബായിരുന്നു. മോർണിംഗ് വൈബൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. സെക്കന്ദരാബാദിൽ ഇറങ്ങി ഞങ്ങൾ റൂമൊക്കെ എടുത്തു. അവിടെ നിന്ന് ഞങ്ങൾ ഓട്ടോയിലാണ് ഞങ്ങൾ സിറ്റിയിലേക്ക് പോയത്. അവിടെ ഇതുപോലത്തെ ഒരു ദീപം പോലത്തെ ഒരു വലിയ ലൈറ്റിങ് നല്ല ഭംഗിയുണ്ടായിരുന്നത്. ഈ കാണുന്നത് സെക്രട്ടേറിയറ്റാണ്, ഹൈദരാബാദ് സെക്രട്ടേറിയറ്റ്. അത് സെക്കന്ദരാബാദിലാണ്. എന്താ പറയുക, ഒരു പ്രത്യേക ഭംഗി എന്ന് പറഞ്ഞാൽ ലൈറ്റൊക്കെ ചെയ്തപ്പോൾ ആദ്യം വിചാരിച്ചു പാലസ് ആയിരുന്നു എന്ന്, പിന്നെയാണ് മനസ്സിലായത് അത് സെക്രട്ടേറിയറ്റ് ആണെന്ന്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ ലുംബിനി പാർക്കിലേക്കാണ് പോയത്. അങ്ങനെ ഞങ്ങൾ പാർക്കിൻ്റെ ഉള്ളിലൊക്കെ നടന്ന് കുട്ടികളെ റൈഡിലൊക്കെ കയറ്റി. പിന്നെ അവിടെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത് ഒരു ലേസർ ഷോ ഉണ്ടായിരുന്നു. ലേസർ ഷോ എന്ന് പറഞ്ഞാൽ സാധാരണ ലേസർ ഷോ അല്ല, ഒരു അടിപൊളി ഇവൻറ്റ് പോലെയായിരുന്നു. ഹൈദരാബാദ് സിറ്റീനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഹിസ്റ്ററിയും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇൻസ്പിറേഷൻ ആണെന്നുള്ള എന്താ പറയുക, ഗാന്ധിജി, മദർ തെരേസ, അങ്ങനെ ഓരോരുത്തരെ വെച്ചിട്ടുള്ള ഓരോരോ വീഡിയോസൊക്കെ അടിപൊളി വീഡിയോസായിരുന്നു. പിന്നെ ഹൈദരാബാദ് സിറ്റി എങ്ങനെ ഉണ്ടായതും അതൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഹിസ്റ്ററി ആയിട്ടുള്ള വീഡിയോസായിരുന്നു. പിന്നെ അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. എല്ലാത്തിൽ നിന്നൊരു വെറൈറ്റി എനിക്ക് പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നേരിട്ട് കാണാനാണ് കൂടുതൽ കണ്ണിന് കുളിർമ. എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഞാനിതൊന്ന് ഷെയർ ചെയ്യാണ് കേട്ടോ. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കും കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് വീഡിയോ എടുത്തത്. നേരിട്ട് കാണാൻ ഇതിലും രസമാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഇനിയും കാണാം. ഇറ്റ്സ് മീ.